ചെയ്യാൻ പോകുന്നത് ട്രൈസെപ്സ് ആണ്. ഓക്കെ, ട്രൈസെപ്സിന് നമ്മൾ ചെയ്യുന്നത് കേബിൾ പുഷ് ഡൗൺ ആണ്. അപ്പോൾ കേബിൾ പുഷ് ഡൗൺ എന്ന് പറയുന്നത് നോക്കോട്ടെ, ട്രൈസെപ്സിൻ്റെ ഫാദർ എന്ന് അറിയപ്പെടും, ദ ഫാദർ ഓഫ് ട്രൈസെപ്സ് എന്ന് അറിയപ്പെടുന്നത് കേബിൾ പുഷ് ഡൗൺ. അപ്പോൾ നമ്മളിത് എങ്ങനെ അടിക്കുന്നതിന് മുമ്പ് ട്രൈസെപ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഒന്ന് ഷോ ചെയ്യുക. ട്രൈസെപ്സ് കണ്ടോ, ട്രൈസെപ്സ് എന്ന് പറഞ്ഞ മസിൽസ് ആണ്. അപ്പോൾ ഈ ട്രൈസെപ്സിന് 3 ഹെഡ് ഉണ്ട്. അതാണ് ഒന്ന്, ഇത് കണ്ടോ, ഇത് ഷോർട്ട് ഹെഡ് എന്ന് പറയും, ഇത് ലോങ് ഹെഡ് എന്ന് പറയും, പിന്നെ മീഡിയൽ ഹെഡ് എന്ന് പറയും ഇവിടെ വരുന്ന മസിൽസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 ഹെഡാണ് ട്രൈസിനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഹെഡിൽ ഏതിനാണോ നമുക്ക് കിട്ടേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എന്താക്കണം, അനുസരിച്ചുള്ള ബാർ എടുക്കണം. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വൈഡ് ഗ്രിപ്പ് കേബിൾ പുഷ് ഡൗൺ. അപ്പോൾ വൈഡ് ഗ്രിപ്പ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നത് എങ്ങോട്ടായിരിക്കും? ലോങ് ഹെഡിലേക്ക്. ഓക്കെ, ഒന്ന് ചെയ്തിട്ട് പിടിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നിൽക്കും. എന്നിട്ട് തല നിരത്തി പിടിക്കണം കേട്ടോ. ഈ കേബിൾ അടിക്കുമ്പോൾ മാക്സിമം സ്ട്രെയിറ്റ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഒന്നുകൂടി മുന്നോട്ട് വരിക, ഒന്നുകൂടി കാൽ കുറച്ച് ഫ്രണ്ട് വരും, 2 കാലും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് പുഷ് ചെയ്തിട്ട് സ്ട്രെയിറ്റ്, ബോഡി സ്ട്രെയിറ്റ്. ഓക്കെ, നേരെ നിർത്തി. ഓക്കെ, ഒരനക്കം മുട്ട്, ഇങ്ങനെയുള്ള 90 ഡിഗ്രിയിൽ ഒരനക്കം മുട്ട് ഇങ്ങനെ ആക്കുക. അതുപോലെ ബാക്കും ഒരനക്കം ബെൻഡ് ചെയ്യുക. ഓക്കെ, കൂടുതൽ ഇതിൻ്റെ ഹെഡ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. അടിയിലേക്ക് നോക്കുക, സ്ലോലി അവിടെ ഹോൾഡ് എൽബോ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ റിസ്റ്റ് പലരും ഇങ്ങനെയൊക്കെ പിടിക്കും, ഇങ്ങനെയല്ല, കൈ ഇങ്ങനെ തന്നെ വരണം. ഓക്കെ, കറക്റ്റ് അല്ലേ? എൽബോ ബാക്കിലേക്ക് പോകരുത്. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും എൽബോ കുറച്ചുകൂടി. എന്നിട്ട് ഈ മസിൽസ് ഉണ്ടല്ലോ, ഇതാണ് ലോങ് ഹെഡ്. ഈ ലോങ് ഹെഡ് കൊണ്ട് വേണം അടിയിലേക്ക് പുഷ് ചെയ്യാൻ. പുഷ് അവിടെ നിൽക്കുക. എന്നിട്ട് ഒറ്റയടിക്ക് മുകളോട്ട് വരാതെ സ്ലോലി ഈ ലോങ് ഹെഡിലേക്ക് ഈ വെയിറ്റിനെ ലോഡായിട്ട് വേണം. സ്ലോലി ഫ്രണ്ടിലേക്ക് പോകും, എൽബോ ബാക്കിലേക്ക് പോയിട്ട് ഹോൾഡ് ദയർ. കണ്ടോ, എൽ ഷേപ്പിലേക്ക് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ വെയിറ്റ് ഇവിടെ ഉണ്ടാവും അല്ലേ? ഇവിടെ അല്ലേ? ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് ഇവിടുന്ന് റിലീസ് ആവും. അതുകൊണ്ട് നമ്മൾ ലോഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടല്ല പുഷ് ചെയ്യേണ്ടത് വിത്ത് ട്രൈസ് ആണ്. ഓക്കെ, ട്രൈസ് വിത്ത് പുഷ്. ഡു ഇറ്റ് ലൈക്ക് ദിസ്. കാരണം നേരെ പിടിച്ചോ. സ്ലോലി പൊക്കുമ്പോഴാണ് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം ഈ മസിൽസിലേക്ക് വെയിറ്റ് ഹോൾഡ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഒറ്റയടിക്കിട്ട് വരികയല്ല വേണ്ടത്. ഈ ഇടുന്ന വെയിറ്റ് ട്രൈസിന് ലോഡാവണം. ലോഡായതിനു ശേഷം ട്രൈസിനോട് വേണം എന്താക്കാൻ പുഷ് ചെയ്യേണ്ടത്. ഇത് ഇപ്പോൾ കറക്റ്റ് അവൻ അടിക്കുമ്പോൾ അവന് തന്നെ മനസ്സിലാവും ഇത് എവിടെ കൊള്ളുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഈ നമ്മളിപ്പോൾ നിന്നിട്ട് പുഷ് ഡൗൺ ചെയ്യുമ്പോൾ ഈ ലോങ് ഹെഡിൻ്റെ അപ്പറിലേക്കാണ് ഇത് വരിക. അടിച്ചോണ്ടിരിക്കുക, നിൽക്കണ്ട, അടിച്ചോണ്ടിരിക്കും. അപ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഈ ഭാഗത്തേക്ക്. കണ്ടോ? കമോൺ. മറ്റ് മസിൽസും റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ഹെഡ് ലോങ് ഹെഡിലൊക്കെ എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? വൈഡ് ഗ്രിപ്പ് ഫോർ ലോങ് ഹെഡ്. അപ്പം സ്റ്റാൻഡിങ്ങിൽ നിന്ന് നമ്മൾ അടിക്കുമ്പോൾ അടിക്ക് പുഷ് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നത് എവിടെയാണ്? അപ്പർ പോർഷനാണ്. ഓക്കെ, അടിക്ക്. കമോൺ, ഡു ഇറ്റ്. കമോൺ, കൂടുതൽ പൊക്കണ്ട. ഹോൾഡ്. ഡൗൺ. Do it like this. Come on. Down. Push down. Come on. 2 more. 1 more. Slowly up. Hold there. Down. 1 more. Nice play. 1 more. Nice. Okay, good. ഇപ്പോൾ എവിടെ ഫീൽ ചെയ്ത്? ഞാൻ കൈ വെച്ചോട്ടാണോ? കറക്റ്റാണോ? ഇവിടെ റൂമിൽ നിന്ന് അല്ലേ? കാര്യം മനസ്സിലായി?